നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് വലിയ കാര്യമോ ചെറിയ കാര്യമോ എന്നുള്ളതല്ല, നമ്മളെ കൊണ്ട് എന്ത് പറ്റുമോ അത് ചെയ്യുക. അതായിരുന്നു സിറ്റുവേഷൻ. റേഡിയോ മലയാളം 98.6 ദോഹ ജംഗ്ഷനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് സൂരജും ജിബിനും പാർവതിയുമാണ്. പറഞ്ഞു വരുന്നത് അബൂബക്കറിനെ കുറിച്ചാണ്. ചിലപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതായത് ഈ ഒരു ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്, അതായത് 24 മണിക്കൂറും നല്ല ചൂടുള്ള ചായയും ഒപ്പം കഴിക്കാൻ സ്നാക്സുമായിട്ട് അവർക്കൊരു എനർജി ആയിട്ട് കൂടെ നിന്ന നമ്മുടെ സ്വന്തം അബൂബക്കറിക്ക ദോഹ ജംഗ്ഷനിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഈ അപകടം നടക്കുന്നത് ഞാൻ അറിയുന്നില്ല. കാരണം എനിക്ക് സ്വഭാവമുണ്ട്. ഞാൻ 10-12 മണിക്കാണ് കിടന്നുറങ്ങല്. 11:30-12 മണിക്ക് കിടന്നുറങ്ങി 4 മണി 4:10 എണീക്കും. അങ്ങനെ കുറഞ്ഞ സമയം ഉറങ്ങുന്ന ഒരാളാണ്. അപ്പം ഈ 10-12 മണിക്ക് ഉറങ്ങി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഒരു 2:30-2:45 ഇടയിൽ എന്റെ ഭാര്യന്റെ അനിയത്തി ഭാര്യന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്റെ വീടിനടുത്ത് ഒരു 200 മീറ്റർ അപ്പുറം സംഭവിച്ച കാര്യമാണ് ഇപ്പൊ ഞാനീ പറയുന്നത്. അപ്പൊ ഭാര്യ എന്നോട് പറഞ്ഞ് ചുരമലയില് ചെറിയ പൊട്ട്, പിന്നെ എന്തോ ആളുകൾക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ, അവിടെ എന്തോ അങ്ങാടിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ കറണ്ട് ഇല്ല, കറണ്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് വീട്ടിൽ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് വെളിച്ചത്തിന് പുറത്തിറങ്ങി നോക്കുമ്പോ റോഡിൽ നിന്ന്, എന്റെ വീട് റോഡ് ഒരുമിച്ചാണ്. ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് 200 മീറ്റർ ആണ് വീടും റോഡും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് അടുത്തത്. റോട്ടിക്ക് കയറി നോക്കുമ്പം ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളുമാണ്. അപ്പൊ ഞാൻ വീട്ടിൽ ഇറങ്ങി എന്റെ അടുത്ത് ചെറിയ ലൈറ്റ് ഉണ്ട്, ഷർട്ട് ഇട്ട് വീട്ടിൽ ഇറങ്ങി റോട്ടിൽ ആ ലൈറ്റ് എടുത്ത് റോട്ടിൽ കയറി നോക്കുമ്പോ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഒരുപാട് ആളുകൾ ചോരയെ കുളിച്ചിട്ട് വരുന്ന ആളുകള്, ഒരു ഡ്രസ്സും ഇല്ലാത്ത രീതിയിൽ വരുന്ന ആളുകള്, ആകെ ചളിയിൽ പൊതഞ്ഞിട്ട് വരുന്ന ആളുകള്, രക്ഷപ്പെടുത്തിട്ടൊക്കെ വരുന്ന ആളുകള്. ഇതൊക്കെ കൂടി അവിടെ കണ്ടതോട് കൂട്ടിയിട്ട് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പെട്ടെന്ന്, അതായത് എന്റെ തൊട്ട് വീടിന്റെ മേലക്കിൽ കയറി റോട്ടുകളാണ് ഈ കാണുന്നത്. അതിന് ഞാൻ പിന്നെ പരിചയക്കാരെ അല്ലാതെ ഇവിടുന്ന് ആളുകളെ കംപ്ലീറ്റ് നമ്മൾ പരിചയമല്ല. ഞാൻ ഉടനെ എന്റെ ഭാര്യനെ വിളിച്ചിട്ടുണ്ട്. അവളോട് എണീറ്റിരുന്നു. അങ്ങനെ ഓളോട് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ചൂടിന്റെ ചാനലുകൾ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് വേണ്ട ഡ്രസ്സ് എടുത്തു കൊടുക്കാറുണ്ട്. കുറെ ആളുകളെ വീട്ടിലേക്ക് ആക്കി അങ്ങനെ അവർക്ക് വേണ്ടത് എന്താ ചെയ്യാന്നുണ്ട്. ഞാൻ ടൗണിലേക്ക് പോയി നോക്കുമ്പോൾ ടൗണിലെ രംഗങ്ങളൊക്കെ ബമ്പം ഭീകരത. നമ്മുടെ ജീവിതത്തിൽ പോലും കരുതാത്ത സ്ഥലത്ത് കൂടെയാണ് ഉരുള് പൊട്ടിയിട്ട് വന്നത്. അത് മാത്രമല്ല, ഇവര് ഓരോരുത്തർ പറയുന്നുണ്ട് അവിടെ പോയിട്ട് ആ സമയത്ത് ചൂരമലയിലുള്ള റെസ്ക്യൂ ടീം ഒരു 10-20 ചെക്കന്മാരുണ്ട്. നല്ല സജീവമായിട്ടുള്ള പ്രവർത്തകരാണ് അവര്. അവരും അതുപോലെയുള്ള ഇവരുടെ നാട്ടുകാരും സമയം 2:45 നാട്ടുകാരും ഒരു JCB ഡ്രൈവർ ഉണ്ട്, ബാബു. സത്യത്തിൽ അപ്പൊ ആരായിരുന്നു എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നാണ് അത് അന്വേഷിച്ചത് ആരായിരുന്നു JCBയുടെ പണിയെടുത്തത്. ആ JCB കൊണ്ട് റോഡിലുള്ള മണ്ണ് പരമാവധി നീക്കി കുഴിയിലേക്കാക്കിയിട്ട് ഈ രക്ഷപ്പെട്ട് വരുന്നവർക്കുള്ള വഴികൾ ഒരുക്കുക, രക്ഷപ്പെട്ട് വരുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടി ജീപ്പുകൾ, ഇവിടെ ഒരുപാട് ഓഫ് റോഡ് ഓടുന്ന സ്ഥലമാണ് ഇവിടെ ജീപ്പുകൾ. അവരെ കൊണ്ട് പറ്റുന്ന മാതിരി ഹോസ്പിറ്റലിലേക്ക് വാഹനങ്ങൾ ഇങ്ങനെ മാറി മാറി ഓടിക്കൊണ്ടിരിക്കുക. അതെല്ലാം കൂടി നടത്തുന്നതിന്റെ കൂടെ പറഞ്ഞു മൂന്നാമതും പൊട്ടിയിട്ടുണ്ട്. ഓടിക്കോളി നല്ല സകല ആളുകളും കിട്ടുന്ന രീതിയിലൂടെ. അപ്പൊ ഈ രക്ഷപ്പെട്ട് പൊരുത്തി വരുന്ന ആളുകള് പാപ്പാനെ രക്ഷപ്പെടുത്തുമ്പോ പാപ്പ എന്റെ മക്കളുണ്ട്, അവിടെ പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടുത്തെ പരിചയമില്ലാത്ത ആളുകൾക്ക് ഒരു കാരണവശാലും അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ടല്ല ആരുടെ കയ്യിലും വെളിച്ചങ്ങളില്ല. നമ്മളിപ്പോ ഒരു മൊബൈലിന്റെ വെളിച്ചം, ഒരു ചെറിയ വെളിച്ചത്തിലൊന്നും എന്താണ് സംഭവിച്ചതോ എന്തൊക്കെ സംഭവിച്ചതോ ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ ഒരു ഭീകരത. എന്ത് ചെയ്യണം എന്നുള്ളൊരു കുറ്റമില്ല. അങ്ങനെ സമയങ്ങൾ ഏകദേശം അങ്ങനെ നേരെ വിളിച്ചു. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ വീട്ടിലേക്ക് വിളിച്ചറിയേണ്ടടി മേലെ ഭാഗത്തൊക്കെ ലൈറ്റ് ഇട്ട് കൊടുത്ത് ആളുകൾ വിളിച്ചിട്ട് വന്ന് നിൽക്കട്ടെ ഈ പുറത്ത് ഇരിടാം. അപ്പൊ എനിക്ക് ഞാൻ ചെറിയൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. എന്തെങ്കിലും തന്നെ ചെറിയ ഷോപ്പ് പറഞ്ഞാൽ ചെറിയ പഞ്ചർ കട, മറ്റുള്ള ചെറിയ ചെറിയ വർക്ക് ചെയ്യുന്ന ഷോപ്പാണ്. അപ്പൊ അതിന് ഞാൻ ഇൻവെർട്ടർ വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് പിന്നെ കട തുറന്നിട്ട് ലൈറ്റ് ഇട്ട് കൊടുത്ത് വരുന്ന ആളുകൾ വെളിച്ചത്ത് നിൽക്കട്ടെ, കാരണം എല്ലാവരും ഇരുട്ടത്തല്ലേ, നീ വേറെ അത് ചെയ്യുക, അവർക്ക് വേണ്ടത് ചെയ്യാൻ. ഭാര്യനോട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ ടൗണിൽ പോയപ്പോ ഭാര്യനോട് പറഞ്ഞു നിങ്ങൾ അങ്ങ് ടൗണിലേക്ക് പോകരുത്, ഞങ്ങൾക്ക് ഓടാനും കൂടി കഴിയാത്തതാണ്, ടൗണിലേക്ക് പോകരുത്, എന്താ സംഭവിക്കണമെന്ന് അറിയില്ല, നിങ്ങൾ അങ്ങോട്ട് പോകാൻ ബാക്കോട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ചളിയിലേക്ക് ഇറങ്ങിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചളിയും പാറ ചെറിയ ചെറിയ കല്ലുകളുമാണ് വരുന്നത്. അതുകൊണ്ട് കാല് കുടുങ്ങിയ വലിക്കുമ്പോ കാലും മുറിയാണ്. ചളിയിൽ കാന്ന് പോകുന്ന കാലെടുക്കുമ്പോ മുറിയാണ്. ഈ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളുകളുടെ മേത്തൊക്കെ മുറികളുണ്ട്. അപ്പൊ ഇവര് പറയുന്നുണ്ട് അവിടെ മക്കള് കുടുങ്ങിയിട്ടുണ്ട്, പെണ്ണുങ്ങളുണ്ട്, വല്യമ്മണ്ട്, ഇപ്പുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഇത് അങ്ങനെ നേരെ കൊടുക്കുന്നവർക്ക് പരമാവധി നമ്മുടെ നാട്ടിലുള്ള ആളുകളും അപ്പോഴേ കിട്ടും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നു. പരമാവധി ആംബുലൻസ്, ഫയർ സർവീസ് ഉദ്യോഗസ്ഥന്മാര് പറ്റുന്ന ആളുകളൊക്കെ ഫാസ്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന നമുക്ക് ഈ പിന്നെ ടൗണിൽ നിന്ന് വരണമെങ്കിൽ മേപ്പാടിയിൽ നിന്ന് ഒരു കൽപ്പറ്റന്നാണ് ഫയർ സർവീസ് ഉണ്ടത്. 23 കിലോമീറ്റർ ഉണ്ട്. ഇത് നമ്മളെ ഇവിടെ ചുരമലിന്റെ അടുത്ത് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മരം പൊട്ടി വിട്ടുള്ളൂ. വേറെ റോഡ് ബ്ലോക്ക് ആയിട്ടാണ്. ഈ പൊട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് മുണ്ടക്കായി എന്നുള്ള സ്ഥലം കംപ്ലീറ്റ് ഒരു 90% അവിടെ പോയി. അതേമാതിരി തന്നെ ആ
പൊട്ടി വന്ന വരവുണ്ട്. അവരുടെ 90% സ്ഥലങ്ങളല്ല, അവരുടെ വീടുകൾ പോയി. തിരിച്ച് അത് പൊട്ടി വന്നത് ചുരമലയിലുള്ള ഭാഗങ്ങളിൽ കൂടെയാണ് കയറി വന്നത്. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൂടെയാണ് ഇത് കയറി വന്നത്. അങ്ങനെ നേരെ കൊടുത്തിനകത്തൊരു വെളിച്ചായപ്പോഴാണ് പറയുന്നത് നമ്മൾ അറിയപ്പെടുന്ന സ്വന്തം കൂടപ്പുറപ്പുമാരി കഴിഞ്ഞ 80% ആളുകളും മണ്ണിലടിയിൽ പോയിട്ടുണ്ടെന്നുള്ളത്. നമ്മളൊരു പ്രതീക്ഷ പോലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൂടെയാണ് പൊട്ടി കയറി വന്നത്. പിന്നെ നേരെ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വന്ന് പറ്റുന്ന ആളുകളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയുന്നില്ല, മണ്ണിലേക്ക് ഇറങ്ങിയാൽ താന്നു പോവാണ്. അങ്ങനെ പെട്ട് കിടക്കുന്ന ആളുകൾ മണ്ണിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. അതാണ് മരണസംഖ്യ 10 കൊണ്ടിരിക്കാനായിട്ടായില്ലേ. കോണ്ടാക്ട് ചെയ്യാൻ ചില ആളുകൾക്ക് ഫോണില്ല, കാരണം ജീവൻ കിട്ടിയ ആളുകൾ കിട്ടുന്ന രീതിയിൽ പല വഴിക്ക് ഓടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പരമാവധി ഒരുപാട് ആളുകൾ ഇതിനകത്ത് പെട്ടുപോയി. അപ്പൊ ഞാൻ എന്താക്കിയാലോ അന്ന് മുതൽ ആ സമയം മുതൽ ഞാൻ എന്താക്കി എന്റെ വീട്ടിൽ എന്റെ മകളെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മകളെ കല്യാണം കഴിഞ്ഞപ്പോ കുറച്ച് പഞ്ചസാര കിട്ടിയിരുന്നു, ചായപ്പൊടി. ഞാൻ ആ സമയം മുതൽ മകളോട് പറഞ്ഞു ആരെ വരുന്ന തണുത്ത കുറച്ച് കെട്ടി വരുന്നവർക്ക് വേഗം വെള്ളം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ വരുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ കംപ്ലീറ്റ് എന്റെ വീടിന്റെ അടുത്താണ് വണ്ടി വെക്കുന്നത്. കാരണം ടൗണിലേക്ക് വണ്ടി പോകില്ല, ഒരു വണ്ടികളും അങ്ങോട്ടേക്ക് പോകില്ല, വണ്ടി താന്നു പോകും. ഈ JCB അല്ലെങ്കിൽ ഇറ്റാച്ചി പോലത്തെ കൊണ്ട് ചളികൾ നീക്കാന്നല്ലാതെ ചെറുകിട വണ്ടികൾക്കാണ്ട് അടുക്കാൻ കഴിയില്ല, അത്ര ചളിയാണ്. അപ്പൊ ഞാൻ എന്താക്കി അവളോട് പറഞ്ഞടി ഇവിടെ വരുന്നവര് അല്ല രാത്രി എനിക്ക് വന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഞാനോടെ കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു കാര്യം ഈ ചായ കാച്ചി ഞാൻ കൊണ്ടു കൊടുത്തോളാം. അങ്ങനെ ഞാൻ കൊടുത്ത് അന്ന് കൊടുത്തു, പിറ്റേന്ന് കൊടുത്ത്, 3-ാമത്തെ ദിവസം കൊടുത്തപ്പോഴേക്ക് ഞാൻ എന്റെ കയ്യിലുള്ള പഞ്ചസാരയും കാര്യങ്ങളും തീർന്നു. കാരണം ഇവിടെ ഒരു കടകൾ, ഞങ്ങൾ ചെറിയ ടൗണാണുള്ളത്, ആ ടൗൺ കംപ്ലീറ്റ് അടിച്ച് പൊളിച്ചു പോയി. 2 ഭാഗവും അപ്പുറം റോഡിന്റെ 2 വശങ്ങളിലുള്ള കടകൾ കംപ്ലീറ്റ് അടിച്ചു പോയി. ചളി അടിച്ച് കയറിയിട്ടും സാധനങ്ങൾ നശിച്ചിട്ടൊക്കെ കംപ്ലീറ്റ് പോയി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ സാധനത്തിന് ഉണ്ടല്ലോ, ഭാര്യയോടും പറഞ്ഞ് ഈ എത്ര അത് കാട്ടിട്ട് ഞാൻ കൊണ്ടു കൊടുത്തതാണ്. അങ്ങനെ കൊടുത്ത് ഏകദേശം എന്റെ അടുത്ത് സാധനം തീർന്നു. ഞാനിവിടെ നമ്മുടെ വില്ലേജ് ഓഫീസറുണ്ട്, ഇവിടെ അപ്പോഴത്തേക്ക് കൺട്രോൾ റൂമുകളുണ്ട്, പോലീസുകാരുണ്ട്, വില്ലേജിന്റെ ഉണ്ട്, റവന്യൂ ഉണ്ട്, എല്ലാ വകുപ്പിലും ഒരു കൺട്രോൾ റൂം ഉണ്ടാവും. ഞാൻ വില്ലേജ് ഓഫീസറേക്കുള്ള വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പഞ്ചസാര തീർന്ന് നമ്മൾ എന്തായാലും ഉപയോഗിച്ചു. അങ്ങനെ അവരുടെ കെയർ ഓഫിന് എനിക്ക് ഞാൻ പറഞ്ഞത് മതി, എനിക്ക് 55-60 കിലോ പഞ്ചസാര പോലും ഇന്നും അവർ കൊടുക്കുന്നത്. ഇന്ന് വേറെ അതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു നാളെ കൂടി ഉണ്ടാവുള്ളൂ സാറേ പഞ്ചസാര കൊടുക്കുന്നത് കഴിഞ്ഞാൽ ദിവസം ഒരു 10 കിലോ 15 കിലോ പഞ്ചസാരന്റെ ചായ വെക്കും. അതിന് ആദ്യം എന്റെ കയ്യിലുള്ളത് കൊണ്ടുള്ള ബാറ്ററികളും കാര്യങ്ങളും എടുത്തെങ്കിലും പിന്നീട് എന്താക്കിയാലോ ആരെങ്കിലും ഇവിടെ വരുന്നവരെ എനിക്ക് 10-500 ഒക്കെ തരും. അങ്ങനെയൊക്കെ ചിലപ്പോൾ 1000-1500 ഓർത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എന്താക്കും ബേക്കറികളോ ബേക്കറികളോ അവർക്ക് പറ്റുന്ന ബിസ്ക്കറ്റുകളോ കാര്യങ്ങളോ. അപ്പൊ ഇതെല്ലാം കൂടി എന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ കുറെ ആളുകൾ എന്നെ സഹായിക്കാൻ തുടങ്ങി. ഓരെ കൊണ്ട് പറ്റുന്ന അവര് ബിസ്ക്കറ്റോ കാര്യങ്ങളോ അത് കൊടുന്നു തരും, പിന്നെ ബോട്ടിൽ വെള്ളങ്ങൾ കൊടുന്നു തരും. ഞാൻ എന്താക്കും എന്റെ ഭാര്യയും മക്കളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവര് അടുപ്പിലും 2 സ്റ്റവും കത്തിയിട്ട് അവർക്ക് മിക്ക റെസ്റ്റ് എടുക്കാൻ സമയമില്ല. രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റ് ഞങ്ങളോ നിസ്കാര കാര്യങ്ങളോ കഴിഞ്ഞതിന് ശേഷം അപ്പൊ എണീറ്റാൻ പാടെ അടുപ്പിൽ തീയിടും, ഗ്യാസിന്റെ മുകളിൽ വെള്ളം വെക്കും. 5:30 മണിയാകുമ്പോഴേക്കും പറഞ്ഞ് പിന്നെ മിലിറ്ററിക്കാർ കാര്യങ്ങളൊക്കെ തെരയാൻ പോകുന്നവരുണ്ട്. ആ തെരയാൻ പോകുന്ന ആളുകൾക്ക് വേണ്ട ചൂടുള്ള ചായയും ചെറിയ കടികളും കൊടുത്തിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റുകളോ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും. അവരുടെ പേരും കൂടി പറയോ? ഇത്തന്നെ മക്കളുടെയും പേര് പറയോ? എന്റെ ഭാര്യന്റെ പേര് റസീന എന്നാണ്. എന്റെ മൂത്ത മോൾ എന്റെ അടുത്തില്ല, 2ാമത്തെ മോളെ ഉള്ളൂ എന്റെ കൂടത്തിലുള്ള മോളെ കെട്ടിച്ചോർത്തുള്ളത്. അവളുടെ പേര് ജാസ്മീലാന്നാണ്. പിന്നെ എന്റെ മരുകളുണ്ട്. വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഇത് എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇതുപോലുള്ള ഒരു ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.